വേൾഡിൽ നിന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പാക്കറ്റ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നത്. നോർമൽ വാട്ടർ ആണ്, സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ 1/4 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ മാറ്റി വെക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടി നല്ല കുഴച്ച് നല്ലൊരു ഡോ ആക്കി എടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ മസാല റെഡിയാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. പുഴുങ്ങി തൊലി കളഞ്ഞെടുത്ത് 3 ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ഉള്ളി, 2 പച്ചമുളക്, മല്ലിയില ഒരു കൈപ്പിടി നിറയെ വേണം. അപ്പൊ നമുക്ക് ഈ ഒരു മിക്സ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഇതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗോതമ്പ് മാവ് ഒന്ന് പരത്തി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ആ നേരത്തെ റെഡിയാക്കി വെച്ച ഗോതമ്പ് മാവ് കുഴച്ച് വെച്ചത് അതിൽ നിന്ന് കുറച്ച് ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ബോൾസ് ആക്കി ഉരുട്ടിയെടുത്ത് എല്ലാം നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഞാൻ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 9 എണ്ണം കിട്ടിയിട്ടുണ്ട് ഈ 2 കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്നും. അപ്പൊ ഇനി നമുക്കിത് പരത്തിയെടുക്കാൻ നോക്കാം. സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുത്താൽ മതി. അതിലും കുറച്ച് തിന്നായാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ നല്ല തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഒരു സമോസ ഷീറ്റിന്റെ ഒക്കെ രൂപത്തിൽ ഞാൻ ഇതാ പരത്തി എടുത്തിട്ടുണ്ട്. വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ ഇതുപോലെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊട്ടറ്റോ മിക്സ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഈ ഒരു പരത്തി വെച്ച ഇതിൽ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്ത് സിലിണ്ടർ ഷേപ്പിലാവുന്നത് വരെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ 2 സൈഡിൽ ഇതുപോലെ നിൽക്കുന്നത് ഒരു വിരൽ കൊണ്ട് അങ്ങ് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിലെ മസാലയൊന്നും പുറത്തേക്ക് വരാതെ രീതിയിൽ നന്നായിട്ട് നിന്നോളും. ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 5 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ഒരു പീസ് എടുത്ത് നമ്മുടെ കൈയുടെ നടുക്ക് വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുപോലെ കൈയുടെ നടുക്ക് വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഉൾഭാഗത്തിനെ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. കൈയുടെ 2 നടുക്കും കുറച്ച് എണ്ണ അപ്ലൈ ചെയ്താൽ കയ്യിലൊന്നും ഒട്ടാതെ ഇരിക്കും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗീ ആയാലും ഉപയോഗിക്കാം. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട, ഷാലോ ഫ്രൈ ചെയ്യാൻ മാത്രം മതി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യുന്നത്. ഈവനിങ് സ്നാക്സിന് ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡീപ് ഫ്രൈ ചെയ്തിട്ടായാലും എടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലായിരുന്നു വെച്ചത്. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇത് മറിച്ചിടുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് ആ സൈഡ് കൂടി ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഓയിലിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഇട്ട ഓയിൽ കൊണ്ട് ഞാൻ 2 സൈഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ഉരുളക്കിഴങ്ങ് വെച്ചുണ്ടാക്കിയ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. നിങ്ങൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റ് ആണ്.
അല്ലെങ്കിൽ നമുക്ക് ഇതിന് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. ഞാൻ മുന്നേ ഒരു ദോശയുടെ റെസിപ്പിയൊക്കെ കാണിച്ചിരുന്നു. അതിൻ്റെ കൂടെ ഉണ്ടാക്കിയ അതേ സെയിം ചട്നി ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിച്ചാൽ നല്ല മാച്ച് ആയിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.